സോ വെൽക്കം ടു ലേൺ വൈസ്. നമ്മൾ ഇന്ന് എമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന പേപ്പറിൽ ഫസ്റ്റ് ബ്ലോക്കിൽ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യൂണിറ്റ് ഇസ് ബീങ് ടൈറ്റിൽഡ് ആസ് കോൺസെപ്റ്റ് ഓഫ് ഇമോഷൻ. എന്താണ് ഇമോഷൻ എന്നുള്ളത് കൂടുതലായി ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു യൂണിറ്റിന്റെ പ്രൈമറി ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ വിൽ ലുക്ക് ഇൻ ദി ഒബ്ജക്റ്റീവ്സ്. ഇതിൽ വരുന്ന ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഡിസ്ക്രൈബ് ദ കോൺസെപ്റ്റ് ഓഫ് ഇമോഷൻ. എന്താണ് ഇമോഷൻ എന്നുള്ളത് മനസ്സിലാക്കുകയും അതേപോലെ തന്നെ അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ആണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. എക്സ്പ്ലെയിൻ ദ കോമ്പണൻസ് ദാറ്റ് കംപ്രൈസ് ഇമോഷൻ. ഇമോഷനിൽ അടങ്ങിയിട്ടുള്ള കോമ്പണൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് തിരിച്ചറിയാനുള്ളത്. തേർഡ്, ലിസ്റ്റ് ദ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഇമോഷൻ. ഏതൊക്കെ തരത്തിലുള്ള ഇമോഷൻസ് ആണുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. ആൻഡ് ഫൈനലി, ഇമോഷനും നമ്മുടെ തോട്ട് പ്രോസസ്സും അതേപോലെ തന്നെ നമ്മുടെ ബിഹേവിയറും തമ്മിലുള്ള ഒരു ലിങ്കേജ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് മനസ്സിലാക്കുക എന്നതാണ് ഫൈനൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. വിൽ മൂവ് ഓൺ ടു ദി കോണ്ടന്റ്. സോ ഇതിൽ ഫസ്റ്റ് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഇമോഷൻ. അപ്പൊ ഇതിൽ ബേസിക്കലി പറയുന്നത് ഓരോരുത്തർ കൊടുത്തിട്ടുള്ള ഒരു ഡെഫിനേഷൻ ആണ്. എന്താണ് ഇമോഷൻ എന്ന് പറയുന്നതിന്റെ ഒരു ബേസിക് ഡെഫിനേഷൻ ആണ്. സോ അതിൽ പ്ലച്ചിക് 2001 കൊടുത്തിട്ടുള്ള ഡെഫിനേഷൻ ആണ്: ഇമോഷൻ ഇസ് എ കോംപ്ലെക്സ് ചെയിൻ ഓഫ് ലൂസ്ലി കണക്റ്റഡ് ഇവന്റ്സ് ദാറ്റ് ബിഗിൻസ് വിത്ത് സ്റ്റിമുലസ് ആൻഡ് ഇൻക്ലൂഡ്സ് ഫീലിംഗ്സ്, psychological changes, impulses to action and specific goal directed behavior. അപ്പൊ ഇതിൽ പറയുന്നത് ഒരു കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരു ചെയിൻ ഓഫ് ഈവൻസിന്റെ ഒരു ഒരു കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരു ചെയിൻ ഓഫ് ഈവൻസ് അല്ലെങ്കിൽ കുറെ കാര്യങ്ങളുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു റിസൾട്ട് ആയിട്ടാണ് നമ്മൾ ഓരോ ഇമോഷൻസ് കാണിക്കുന്നത് എന്നുള്ളതാണ്. വളരെ ശരിയാണ്. നമ്മളിപ്പോൾ ഒരു സങ്കടം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു സെറ്റ് ഓഫ് ഈവൻസ് നടന്നിട്ടുണ്ടാവും. സോ ഇറ്റ് ഇസ് എ ചെയിൻ ഓഫ് ലൂസ്ലി കണക്റ്റഡ് ഈവൻസ്. ആൻഡ് അത് എപ്പോഴും തുടങ്ങുന്നുണ്ടാവും ഒരു സ്റ്റിമുലസ് ആണ്. സ്റ്റിമുലസ് എന്ന് പറയുന്നത് നമ്മളിലൊരു റെസ്പോൺസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള എൻവയൺമെന്റിലുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ സ്റ്റിമുലസ് എന്നുള്ളതാണ് പറയുക. സോ അതൊരു സ്റ്റിമുലസിൽ നിന്നാണ് തുടങ്ങുക. ആൻഡ് ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ്, അതിൽ നമുക്ക് ഇമോഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഫീലിങ്സ് ഉണ്ടാവും, അതേപോലെ തന്നെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള നമ്മളെ മാറ്റങ്ങൾ ഉണ്ടാവും, അതേപോലെ തന്നെ അതിനെ തുടർന്നുള്ളൊരു ആക്ഷനും ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്ക് ദേഷ്യം വരികയാണെങ്കിൽ അതിനെ തുടർന്ന് നമ്മൾ എന്തെങ്കിലും ഒരു ആക്ഷൻ കാണിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ സന്തോഷം വരുന്നുണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ആക്ഷനിൽ നമ്മൾ ഇൻവോൾവ് ആവുന്നുണ്ടാവും. സോ ഇത്രയും ചേഞ്ചസ് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇമോഷൻ എന്നുള്ളതാണ് പറയുന്നത്. ഒരു ചെയിൻ ഓഫ് ഇവന്റ്സിനെ തുടർന്നിട്ടാണ് നമുക്കൊരു ഇമോഷൻ ഫീൽ ചെയ്യുന്നത്. അതിൽ ഫീലിങ്സ് ഉൾപ്പെട്ടിട്ടുണ്ട്, സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാവും, അതേപോലെ തന്നെ അതിനെ തുടർന്ന് നമ്മളൊരു ആക്ഷനിൽ ഇൻവോൾവ് ആകും എന്നുള്ളതാണ് പ്ലച്ചിക് കൊടുക്കുന്ന ഡെഫിനേഷന്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. അതേപോലെ വുഡ്വർത്ത് 1945 കൊടുത്തിട്ടുള്ള ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഇമോഷൻ ആസ് എ stirred up state of an organism that appears as feeling to the individual himself and as a disturbed muscular and glandular activity to an external observer. അപ്പൊ അതിൽ പറയുന്നത്, അക്കോർഡിംഗ് ടു വുഡ്വർത്ത് പറയുന്നത്, ഇമോഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റിർഡ് അപ്പ് സ്റ്റേറ്റ് ആണ്. അതായത് ഒരു സാധാ നോർമൽ സ്റ്റേറ്റിൽ നിന്നും കുറച്ച് എലിവേറ്റഡ് ആവുന്ന ഒരു സ്റ്റേറ്റ് ആയിട്ടാണ് പറയുന്നത്. അത് ആ ഒരു ഇമോഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്ക് അത് ജസ്റ്റ് ഒരു ഫീലിംഗ് ആയിട്ടും, അതേപോലെ ഇത് കാണുന്ന ഒരാൾക്ക് ഒരു സെറ്റ് ഓഫ് മസ്കുലർ അല്ലെങ്കിൽ ഒരു ഗ്ലാൻഡുലർ ആക്ടിവിറ്റി ആയിട്ടാണ് തോന്നുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ സങ്കടത്തിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്കതൊരു ഫീലിംഗ് ആയിട്ടാണ് തോന്നുന്നത്, ഞാനിപ്പോ സങ്കടത്തിലാണ് എന്നുള്ളത്. അത് കാണുന്ന ഒരാൾക്ക് ചിലപ്പം ഓക്കെ, ആളിങ്ങനെ നമ്മളെ നിന്ന് വിട്ടു നിൽക്കുന്നു അല്ലെങ്കിൽ മാറി നിൽക്കുന്നു എന്നുള്ളൊരു മസ്കുലർ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ഗ്ലാൻഡുലർ ആക്ടിവിറ്റി ഒക്കെ ആയിട്ടാണ് ബാക്കിയുള്ളവർ അത് പെർസീവ് ചെയ്യുന്നത്. അതൊരു ഫീലിംഗ് ആയിട്ടല്ല അവർക്ക് തോന്നുന്നത്. അവർക്ക് എന്താണ്, ഒരു നമ്മൾ കാണിക്കുന്ന ആക്ഷൻസ് മാത്രമേ അവർ കാണുന്നുള്ളൂ എന്നുള്ളതാണ് അതിന്റെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, കമ്മിങ് ഓൺ ടു ദി നെക്സ്റ്റ്. Morris 1979 states that emotion is a complex affective experience that involves diffuse physiological changes and can be expressed overtly in characteristic behavior patterns. അപ്പോൾ മോറിസ് പറയുന്നത് ഒരു ഇമോഷൻ എന്ന് പറയുമ്പോൾ ഒരു കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ എന്താണ് ഫിസിയോളജിക്കൽ ആയിട്ടുള്ള, നമ്മളിപ്പോൾ ഓരോ ഇമോഷൻസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്തും, ഇപ്പം സന്തോഷം എന്ന് പറയുന്ന ഒരു ഇമോഷൻ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചില ബ്രെയിൻ പാർട്സ് അല്ലെങ്കിൽ ചില ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം ഓരോ ഇമോഷൻ റിലേറ്റഡ് ആയിട്ടും പലതരം ഫിസിയോളജിക്കൽ ആയിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട് എന്നുള്ളതും, അതേപോലെ തന്നെ ഫിസിയോളജിക്കൽ ആയിട്ട് അകത്ത് മാത്രമല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നത്, നമ്മൾ പുറത്ത് കാണിക്കുന്ന ഓവേർട്ട് മീൻസ് നമ്മൾ പുറമേ കാണിക്കുന്ന ബിഹേവിയർ എന്നതാണ് ഓവേർട്ട് ബിഹേവിയർ എന്ന് പറയുന്നത്. സോ ഓവേർട്ടായിട്ട് നമ്മൾ കാണിക്കുന്ന ബിഹേവിയറിലും ഈ പറയുന്ന മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. സോ ഒരു ഇമോഷൻ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്റേണലി ഫിസിയോളജിക്കലി പല പല മാറ്റങ്ങളും ഉണ്ട്, അതേപോലെ തന്നെ പുറമേ പല മാറ്റങ്ങളും കാണുന്നുണ്ട് എന്നുള്ളതാണ്.
Okay. So, thus emotions are experienced in response to a particular internal or external event. A response of this kind involves physical arousal in the body. അപ്പം ഇതിൽ പറയുന്നത് നമുക്ക് ഒരു ഇമോഷൻ ഫീൽ ചെയ്യുന്നത് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ സങ്കടം അല്ലെങ്കിൽ സന്തോഷം എന്നുള്ളത് മേ ബി ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം നടന്നുകൊണ്ടാവാം അല്ലെങ്കിൽ ഇന്റേണലി നമ്മൾ പല കാര്യങ്ങളും ഇങ്ങനെ നമുക്ക് സങ്കടം തോന്നിയിട്ടുള്ള പല കാര്യങ്ങളും ഇങ്ങനെ കുമിച്ച് കൂട്ടി അല്ലെങ്കിൽ ഇങ്ങനെ കൂട്ടി 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 വെച്ച് നമുക്ക് ഇന്റേണൽ ആയിട്ട് ചില ഡിസ്റ്റർബൻസസ് ഫീൽ ചെയ്യാം. സോ എന്തെങ്കിലും എക്സ്റ്റേണൽ ഒരു കോസ് ഉണ്ടാവാം അല്ലെങ്കിൽ ഇന്റേണൽ ഒരു കോസ് ഉണ്ടാവാം. ഓരോ ഇമോഷന്റെയും പിന്നിൽ ഇങ്ങനെ ഒരു ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ കോസ് എന്തായാലും ഉണ്ടാവും എന്നുള്ളതാണ്. ആൻഡ് ഓരോ ഇമോഷൻ അനുസരിച്ചിട്ട് നമ്മുടെ ബോഡിയിൽ മാറ്റങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ സ്റ്റേജിൽ കയറാൻ നിൽക്കുന്ന സമയത്ത് അപ്പൊ നമുക്ക് അനുഭവിക്കുന്ന ഒരു ഇമോഷൻ എന്ന് പറയുന്നത് മേ ബി ഫിയർ അല്ലെങ്കിൽ ആങ്സൈറ്റി എന്നുള്ളതാവാം. സോ അപ്പൊ നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടുന്നു, അതേപോലെ തന്നെ ബ്രീത്തിങ് റേറ്റ് കൂടുന്നു, സ്വെറ്റിങ് കൂടുന്നു. അങ്ങനെ പലതരം ഫിസിയോളജിക്കൽ ചേഞ്ചസും ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഓരോ ഇമോഷൻ റിലേറ്റഡ് ആയിട്ടും പലതരത്തിലുള്ള ഫിസിയോളജിക്കൽ ചേഞ്ചസും ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. Secondly, a motivation to take action is activated, seeking things and activities that provide pleasure and avoiding those that give to pain or unpleasantness. അതായത് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഇമോഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെങ്കിൽ നമ്മളത് നിലനിർത്താൻ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുക. പകരം നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇമോഷൻ എന്ന് പറയുന്നത് വളരെ ട്രൊമാറ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ നമ്മളത് മറികടക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുക. അല്ലെങ്കിൽ ആ പെയിൻ അല്ലെങ്കിൽ ആ ഒരു അൺപ്ലസന്റ്നെസ്സിനെ നമ്മൾ മാറ്റി നിർത്താൻ അല്ലെങ്കിൽ അത് എങ്ങനെയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ആരെങ്കിലും നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ ഒരു മരണം. സോ അത് കാരണമുള്ള സങ്കടം എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര സങ്കടം തരുന്ന അല്ലെങ്കിൽ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. സോ നമ്മൾ എന്താണ് ചെയ്യുക? അത് മറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ ആ ഓർമ്മകളിൽ നിന്നും പുറത്തേക്ക് വരാൻ വേണ്ടി ശ്രമിക്കും. സോ ഇതേപോലെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഇമോഷൻ ആണെങ്കിൽ വി ട്രൈ ടു മെയിൻറ്റെയിൻ ഇറ്റ്. പക്ഷെ അൺപ്ലസന്റ് ആയിട്ടുള്ള പെയിൻ ഇൻഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഇമോഷൻസ് ആണെങ്കിൽ നമ്മൾ അതിൽ നിന്നും പുറത്ത് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കും എന്നുള്ളതാണ് സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. Thirdly, emotions arise out of sensations, perception, and thoughts related to objects, persons, and situations. Depends on how do we perceive something, think about it, and interpret it. അപ്പം നമ്മള് അതായത് തേർഡ് പോയിന്റ് പറയുന്നത് നമുക്ക് ഓരോ ഇമോഷൻസും ഫീൽ ചെയ്യുന്നത് പലതരം സെൻസേഷൻസിലൂടെയാണ് അല്ലെങ്കിൽ പലതരം പെർസെപ്ഷനിലൂടെയാണ്. സെൻസേഷൻ എന്ന് പറയുമ്പോൾ പലതരം സെൻസേഷൻസ് ഉണ്ട്. ടച്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇപ്പൊ നല്ലൊരു ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ സന്തോഷം തോന്നും. അത് ടേസ്റ്റിലുള്ള സെൻസേഷൻ ആണ് അവിടെ ഉണ്ടാവുന്നത്. അപ്പൊ നമുക്കറിയാം നമുക്ക് 5 സെൻസസ് ആണുള്ളത്. ദാറ്റ് ഇസ് ടേസ്റ്റ്, സ്മെൽ, അതേപോലെ കേൾവി എന്നുള്ളത്, അതേപോലെ അങ്ങനെ 5 സെൻസസ് ആണ് നമുക്കുള്ളത്. സോ ഈ സെൻസിലൂടെ അല്ലെങ്കിൽ ഇങ്ങനെ പലതരം സെൻസേഷൻസിലൂടെയും അല്ലെങ്കിൽ പെർസെപ്ഷനിലൂടെയും പെർസെപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ ഓരോ കാര്യത്തിനും അർത്ഥം കണ്ടെത്തുന്നു അല്ലെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് ഓരോ ഇമോഷൻസും ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് തേർഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ. അതായത് ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഓരോ കാര്യങ്ങളും ഇന്റർപ്രറ്റ് ചെയ്യുന്നതിൽ തന്നെ ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ ഇപ്പം നന്നായിട്ട് എക്സാമിന് പഠിച്ച് സെറ്റായി നിൽക്കുന്ന ഒരാൾക്ക് എക്സാം എന്ന് പറയുന്നത് അല്ലെങ്കിൽ എക്സാം ഫിയർ എന്ന് പറയുന്ന ഒരു ഇമോഷൻ അവിടെ ഉണ്ടാവില്ല. പകരം തീരെ പഠിക്കാണ്ട് നടക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ എക്സാം ഫിയർ ഉണ്ടാവും. സോ എക്സാം എന്ന് പറയുന്ന ആ ഒരു എലിമെന്റിന് പല ആളുകളും ഇന്റർപ്രറ്റ് ചെയ്യുന്നത് പല രീതിയിലാണ്. സോ ഇമോഷൻ എന്ന് പറയുന്നത് ഓരോ നമ്മുടെ എൻവയൺമെന്റിന് ചുറ്റുമുള്ള പല കാര്യങ്ങളെയും നമ്മൾ എങ്ങനെ സെൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് പല ആളുകൾക്ക് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഇൻഡിവിജ്വലിന് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് തേർഡ് പോയിന്റ്. നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ് ആണ് ഇമോഷൻസ് വേരി ഇൻ ഇന്റൻസിറ്റി. ഇമോഷൻസിന്റെ ഇന്റൻസിറ്റി ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പം സന്തോഷം എന്ന് പറയുന്ന ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫിയർ എന്ന് പറയുന്നത് അതിന്റെ ഒരു പീക്ക് ലെവലുണ്ട്, അതിന്റെ ഒരു ഏറ്റവും ബേസ് ലെവലുണ്ട്. സോ അങ്ങനെ ഒരു ഇമോഷൻ തന്നെ ഡിഫറെന്റ് ഇന്റൻസിറ്റീസ് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അതേപോലെ പറയുന്നത് ഇമോഷൻസ് ക്യാൻ ബി ഡിസൈറബിൾ ഓർ അൺഡിസൈറബിൾ ടു ദി ഇൻഡിവിജ്വൽ ഡിപ്പെൻഡിങ് ഓൺ വെദർ ദ സെഡ് ഇവന്റ് ഇസ് പെർസീവ്ഡ് as പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഓർ പെർഫോംസ് ഇൻ അഡാപ്റ്റീവ് ഫംഗ്ഷൻ ഫോർ എൻ ഇൻഡിവിജ്വൽ. അതായത് ഓരോ ഇമോഷൻസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മളുടെ ലൈഫ് കുറച്ചും കൂടി ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ സഹായിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ഇമോഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ അതിനെ നമ്മൾ ഡിസൈറബിൾ ആയിട്ടാണ് കാണുക അല്ലെങ്കിൽ ഇത് നിലനിർത്തി പോകണം. സന്തോഷം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഹാപ്പി ആയിരിക്കുക എന്ന് പറയുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ്. സോ പോസിറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് ആണെങ്കിൽ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. പക്ഷെ അൺഡിസൈറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് ആണെങ്കിൽ നമ്മളത് എങ്ങനെയൊക്കെ ഒഴിവാക്കാൻ പറ്റുമോ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് നമ്മൾ എപ്പോഴും എടുത്തുകൊണ്ടിരിക്കും എന്നതാണ്. സിമിലർ ടു ദ സെക്കൻഡ് പോയിന്റ് ദാറ്റ് വി ഡിസ്കസ്ഡ്.
അതേപോലെ തന്നെ നമ്മൾ ഓരോ ഇമോഷന്റെ പുറത്താണ് നമ്മൾ പല ആക്ഷൻസിലും ഇൻവോൾവ് ആവുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് ദേഷ്യം വരികയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് പേടി വരികയാണെങ്കിൽ അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു സ്നേഹം എന്നുള്ള ഒരു ഇമോഷൻ, ലവ് എന്ന് പറയുന്ന ഒരു ഇമോഷന്റെ പുറത്ത് നമ്മൾ പല റിലേഷൻഷിപ്പും ഫോം ചെയ്യുന്നത്, അങ്ങനെ പല ആക്ഷൻസിലേക്കും നമ്മൾ ഇൻവോൾവ് ആവുന്നത് ഈ പറയുന്ന ഇമോഷന്റെ പുറത്താണ് എന്നുള്ളതാണ്. ഓക്കെ. അതേപോലെ തന്നെ regardless of whether the consequences are positive or negative, emotions create significant impact when they arise. Adapting to our environment demands that we understand and express emotions appropriately. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇമോഷൻ കൃത്യമായിട്ട് പ്രകടിപ്പിക്കുക എന്നുള്ളത്, നമ്മളിപ്പോൾ ഓരോ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലായാലും എല്ലാ കാര്യത്തിലും ഇമോഷൻസ് കൃത്യമായിട്ട് പ്രകടിപ്പിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ നമ്മളൊരു ഫാമിലി ലൈഫ് എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് എടുക്കുകയാണെങ്കിലും അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇമോഷൻസ് കൃത്യമായിട്ട് എക്സ്പ്രസീവ് ആയിട്ട് പ്രകടിപ്പിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദാറ്റ് ഇറ്റ് മെയിൻറ്റെയിൻസ് ആ റിലേഷൻഷിപ്പ്. അതാണ് ഫൈനൽ പോയിന്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതുവരെ പറഞ്ഞ പോയിന്റ്സ് ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ദാറ്റ് ഇസ് നമ്മൾ ജസ്റ്റ് ആദ്യം ഡെഫിനേഷൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ദെൻ നമ്മൾ പറഞ്ഞിട്ടുള്ളത് കുറച്ച് പോയിന്റുകളാണ്. അതായത് ഇമോഷൻ എപ്പോഴും ഒരു ഫിസിയോളജിക്കൽ ആയിട്ടുള്ള മാറ്റം കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് ദെൻ സെക്കൻഡ് പോയിന്റ് നമ്മൾ പറഞ്ഞത് ഇമോഷൻ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് ആണെങ്കിൽ നമ്മൾ അത് നിലനിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ബട്ട് നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് ആണെങ്കിൽ ആ ഒരു പെയിൻ നമ്മൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ആൻഡ് തേർഡ് പോയിന്റ് ദാറ്റ് വി സെഡ് വാസ് ഓരോ ഇമോഷനും എന്ന് പറയുന്നത് നമ്മൾ ഓരോ കാര്യം എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഓരോ ഇമോഷൻസും ഫീൽ ചെയ്യുന്നതാണ്. ആൻഡ് ഫോർത്ത്ലി ഓരോ ഇമോഷന്റെയും ഇന്റൻസിറ്റി കീപ്സ് ഓൺ വേരിയിങ് എന്നുള്ളതാണ് നമ്മൾ ഫോർത്ത് പോയിന്റ് പറഞ്ഞത്. ആൻഡ് പിന്നെ ഇതാണ് ബേസിക്കലി ദറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. അതേപോലെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇമോഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം. ഈ പറഞ്ഞ പോലെ പോസിറ്റീവ് ഇമോഷൻസ് ആണെങ്കിൽ വി ട്രൈ ടു മെയിൻറ്റെയിൻ ഇറ്റ്. അതല്ല നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് ആണെങ്കിൽ നമ്മൾ ആ ഒരു ഒഴിവാക്കാൻ അല്ലെങ്കിൽ ആ ഒരു പെയിന് നമ്മൾ കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കും എന്നുള്ളതാണ്. ഓക്കെ. അതേപോലെ തന്നെ ഈ പോസിറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് ആണെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് ആണെങ്കിലും സങ്കടങ്ങളാണെങ്കിലും സന്തോഷങ്ങളാണെങ്കിലും അത് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടു മെയിൻറ്റെയിൻ റിലേഷൻഷിപ്സ്. നല്ല രീതിയിൽ മുന്നോട്ട് പോകാനൊക്കെ ഇങ്ങനെ നമ്മൾ മൂടി വെക്കുന്നതിനേക്കാളും എപ്പോഴും ഇമോഷൻസ് എക്സ്പ്രസീവ് ആയിട്ട് പ്രകടിപ്പിക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇമോഷൻ എന്ന് പറയുന്നതും ഫീലിംഗ് എന്ന് പറയുന്നതും രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് എന്നുള്ളതാണ്. അതേപോലെ ഇമോഷനും മൂഡ് എന്ന് പറയുന്ന സംഭവം ഇത് രണ്ടും ഡിഫറെൻ്റ് ആണ് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ എങ്ങനെയാണ് ഇമോഷനും അതേപോലെ തന്നെ ഫീലിംഗ്, നമ്മൾ പലപ്പോഴും നമുക്ക് സങ്കടം വരുമ്പം ഐ ഫീൽ, എപ്പോഴും നമ്മൾ ഫീൽ എന്ന് പറഞ്ഞൊരു വേർഡ് വെച്ചിട്ടാണ് പറയാം. ബട്ട് ബേസിക്കലി ഇമോഷൻസും ഫീലിങ്സും ഇറ്റ്സ് നോട്ട് ദ സെയിം, അല്ലെങ്കിൽ രണ്ടും ഒന്നല്ല എന്നുള്ളതാണ്. ഓക്കെ. ഫീലിംഗ് എന്ന് പറയുന്നത് ഒരാളുടെ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണൽ ഇമോഷണൽ എക്സ്പീരിയൻസ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ആ ഇമോഷനെ എങ്ങനെ കാണുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ ഫീലിംഗ് എന്ന് പറയുന്നത്. മേ ബി പലവരും ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ, എല്ലാവർക്കും സങ്കടം ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ, അത് അയാൾ എങ്ങനെ നോക്കി കാണുന്നു അല്ലെങ്കിൽ അയാൾ അത് ഉള്ളിലേക്ക് എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ്. അത് കുറച്ചും കൂടി സെൽഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പെർസെപ്ഷനാണ് നമ്മൾ ഫീലിംഗ് എന്ന് പറയുന്നത്. ഒരാൾ അത് എങ്ങനെ പെർസീവ് ചെയ്യുന്നു എന്നതിനെയാണ് നമ്മൾ ഫീലിംഗ് എന്ന് പറയുന്നത്. I hope it's clear. Feeling is used to refer to a person's private emotional experience or self-perception of a specific emotion. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇവന്റ് നടന്നു, അപ്പോൾ അത് മേ ബി എല്ലാവർക്കും സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷെ അത് അവരുള്ളിലേക്ക് എങ്ങനെ എടുക്കുന്നു അല്ലെങ്കിൽ അവരതിനെ എങ്ങനെ നോക്കിക്കാണുന്നു, അവരതിനെ എങ്ങനെ പെർസീവ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർക്ക് എന്ത് ഫീലിംഗ് ആണ് ഉണ്ടാവാനുള്ളത് ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്നത്. സോ ഫീലിംഗ് എന്ന് പറയുന്നത് അത് ഒരാൾക്ക് സെൽഫായിട്ട് ഉണ്ടാകുന്ന ഒരു പെർസെപ്ഷൻ, അല്ലെങ്കിൽ അവർ അതിന് എന്ത് അർത്ഥം കൊടുക്കുന്നു. ഇപ്പൊ നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് എനിക്കത് ഫീലായി എന്ന് പറയുന്നത്. അപ്പം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നടന്നത് എനിക്കത് ബിക്കോസ് അയാളത് അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ അയാളത് നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് അയാൾക്കത് ഉൾക്കൊണ്ടിട്ടുള്ളത്. സോ അതൊരു സെൽഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പെർസെപ്ഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് ഫീലിംഗ് എന്ന് പറയുന്നത്. ഇനി നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യം നടക്കുന്ന സമയത്ത് എന്താണ് ആദ്യം വരുന്നത്, ഫീലിംഗ് ആണോ ഇമോഷൻ ആണോ, ഇതിൽ എന്താണ് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. When an event occurs, one first responds automatically at a physical level even without awareness, emotion, and then registers or evaluates this feeling. അതായത് നമ്മൾ പറയുന്നത് ഇപ്പൊ നമുക്ക് ഒരു ഇമോഷൻ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ആ ഒരു ഇമോഷൻ ആയിരിക്കില്ല നമുക്ക് ഒരു സങ്കടമായിരുന്നു ആ ഒരു സിറ്റുവേഷനിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ പേടിയായിരുന്നു ആ ഒരു സിറ്റുവേഷനിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ള ആ ഒരു റെക്കഗ്നീഷൻ നമുക്ക് ആദ്യമേ വരില്ല. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു പാമ്പിനെ കണ്ടു, അപ്പൊ നമുക്ക് പെട്ടെന്ന് ഹാർട്ട് ബീറ്റ് കൂടും, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇവിടെ ഓടി രക്ഷപ്പെടണം, എനിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ഒരു സംഭവം, ഭയങ്കരമായിട്ടുള്ള ഫിസിയോളജിക്കൽ ആയിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും. സോ ബേസിക്കലി ആദ്യം ഉണ്ടാവുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഫിസിയോളജിക്കലി അല്ലെങ്കിൽ ഫിസിക്കലി ഭയങ്കരമായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവും.
ഈ ചേഞ്ചസ് നമ്മുടെ ശരീരത്തിൽ വരുന്ന സമയത്താണ് നമ്മളതിന് ഓക്കെ എനിക്കിപ്പോൾ പേടിയാവുന്നുണ്ട് എന്ന് പറയുന്നത് ഞാൻ അതിനെ ലേബിൾ ചെയ്യുന്നത്. ഇത് സങ്കടമാണ് അല്ലെങ്കിൽ പേടിയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ലേബിൾ ചെയ്യുന്നത്. ഇത് ഈ ഇമോഷൻ ആണ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്ക് അപ്പോഴാണ് മനസ്സിലാവാനുള്ളതാണ്. സോ ബേസിക്കലി എന്ത് സിറ്റുവേഷൻ വരുമ്പോഴും ആദ്യം റെസ്പോണ്ട് ചെയ്യുന്നത് നമ്മുടെ ബോഡിയാണ്. ഓക്കെ. നമ്മുടെ ബോഡിക്ക് ഒരു അതിനനുസരിച്ചുള്ള മാറ്റങ്ങളുണ്ടാവും. ഈ പറഞ്ഞ പോലെ ഒരു പാമ്പിനെ കാണുകയാണെങ്കിൽ ഹാർട്ട് ബീറ്റ് കൂടുന്നു, അല്ലെങ്കിൽ ബ്രീത്തിങ് റേറ്റ് കൂടുന്നു, സ്വെറ്റിംഗ് കൂടുന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവും ഓക്കെ എനിക്ക് പേടിയാവുന്നുണ്ട് എന്നുള്ളൊരു റിയലൈസേഷനിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ്. സോ എപ്പോഴും നമുക്ക് ആദ്യം ഉണ്ടാവുന്ന ഒരു ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ്. പിന്നീടാണ് നമുക്ക് ആ ഒരു ഇമോഷൻ ആയിരുന്നു എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മളതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് എനിക്ക് അപ്പോഴും സങ്കടമായിരുന്നു ഫീൽ ചെയ്തിരുന്നത്. അതൊരു ഫീലിംഗ് എന്നുള്ള രീതിയിൽ നമ്മളതിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത് പിന്നീടാണ് എന്നുള്ളതാണ് പറയുന്നത്. സോ നമ്മൾ മിക്കപ്പോഴും ഇമോഷൻ ആൻഡ് ഫീലിംഗ് എന്ന് പറയുന്ന വാക്കുകൾ മാറി 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 പറയാറുണ്ടെങ്കിൽ പോലും ഇത് രണ്ടും സെയിം അല്ല എന്നുള്ളതാണ്. സോ ആ ഒരു എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ഒന്നുകൂടി പറയാം. ഒരു പാമ്പിനെ കാണുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഭയങ്കരമായിട്ടുള്ള ഫിസിയോളജിക്കൽ ചേഞ്ച് ഉണ്ടാവും. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് ഹാപ്പൻസ്. അതിന് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഇമോഷൻ ഓക്കെ ഇത് സങ്കടമാണ് അല്ലെങ്കിൽ എനിക്ക് പേടിയുണ്ട് എന്നുള്ളൊരു സംഭവം ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് ഞാൻ അത് തിരിച്ചാലോചിക്കുമ്പോൾ ഓക്കെ എനിക്ക് ആ സമയത്ത് പേടിയായിരുന്നു എന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്യുന്നത് പിന്നീടാണ്. സോ ഫീലിംഗും ഇമോഷനും എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ അത് എന്തായിട്ടാണ് ഞാൻ അപ്പം സ്റ്റേജിൽ കയറാൻ പോയപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ എനിക്ക് പേടിയായിരുന്നു ഇല്ല എന്നുള്ള രീതിയിൽ ഞാൻ സെൽഫ് പെർസെപ്ഷൻ ചെയ്യുന്നതിനെയാണ് ഫീലിംഗ് എന്ന് പറയുന്നത്. ഇമോഷൻ എന്ന് പറഞ്ഞാൽ നമ്മളപ്പം അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഇത് അതാണ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു അവയർനെസ് ഉണ്ടാവുന്നതിനെയാണ് ഇമോഷൻ എന്ന് പറയുന്നത്. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ. സോ കമ്മിങ് ഓൺ ടു ദ നെക്സ്റ്റ് തിങ്. ഇതേപോലെ തന്നെ നമുക്ക് പറയാനുള്ള ഒരു സംഭവമാണ് മൂഡ് ആൻഡ് ഇമോഷൻ. ഇമോഷനും മൂഡും ഒരേപോലെയല്ല എന്നുള്ളതാണ്. ലൈക്ക് ഇമോഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ സങ്കടം അല്ലെങ്കിൽ അത് ഭയങ്കര ഇന്റൻസിറ്റിയിലാണ് നമുക്ക് ഉണ്ടാവുക. ഭയങ്കര ഹാപ്പിനെസ് അല്ലെങ്കിൽ ഭയങ്കര അതിനും മാറ്റങ്ങൾ ഉണ്ടാവാം. ബട്ട് സ്റ്റിൽ വൈൽ ഇമോഷൻസ് ലാസ്റ്റ് ഫോർ ഷോർട്ട് പീരിയഡ്സ് ഓഫ് ടൈം. അതേപോലെ തന്നെ ഈ പറയുന്ന ഇമോഷൻസ് നമുക്ക് സങ്കടമാണെങ്കിലും ദുഃഖമാണെങ്കിലും അത് ചെറിയൊരു ഇന്റൻസിറ്റി ഓഫ് ടൈം മാത്രമേ അല്ലെങ്കിൽ ചെറിയൊരു പീരീഡ് ഓഫ് ടൈം മാത്രമാണ് നിലനിൽക്കുക. പക്ഷെ ഇന്റൻസിറ്റി ചിലപ്പോൾ കൂടുതലായിരിക്കാം. പക്ഷെ മൂഡ് എന്ന് പറയുന്നത് ഐ മീൻ ചിലപ്പോൾ ഒരാൾ ഒരാഴ്ചയോളം ഒരു നെഗറ്റീവ് ആയിട്ടുള്ള മൂഡിൽ ഉണ്ടായേക്കാം. സോ മൂഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ കുറച്ചും കൂടി ലോങ്ങർ ആയിട്ടുള്ള ഒരു ടൈം ലാസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് മൂഡ് എന്ന് പറയുന്നത്. ബട്ട് ഇമോഷൻ എന്ന് പറയുന്നത് അത് നമുക്ക് ദേഷ്യം വരികയാണെങ്കിൽ അത് അപ്പം തീർന്നു അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അത് ആ ഒരു ദേഷ്യം മാറും. ബട്ട് അത് അത്രയും ടൈം നിലനിൽക്കില്ല. അതേപോലെ തന്നെ അതിന്റെ ഒരു ഇന്റൻസിറ്റി ഭയങ്കര ഹൈ ആയിരിക്കും ഇമോഷൻസിന്റെ. പക്ഷെ മൂഡിന്റെ ഇന്റൻസിറ്റി ഭയങ്കര ലോ ആയിരിക്കും. പക്ഷെ ഭയങ്കരമായിട്ടുള്ള ലോങ്ങർ ടൈം നിലനിൽക്കും എന്നുള്ളതാണ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് ദേഷ്യം വന്നു. സോ ആ ഒരു ദേഷ്യം എന്ന് പറയുന്നത് ചിലപ്പോൾ അതൊരു ചെറിയ കുറച്ച് സെക്കൻഡ്സോ അല്ലെങ്കിൽ കുറച്ച് മിനിറ്റ്സോ അല്ലെങ്കിൽ കുറച്ച് അവേഴ്സോ മാത്രമേ നീണ്ടു നിൽക്കുള്ളൂ. ഓക്കെ. പക്ഷെ അത് ആ ഒരു മണിക്കൂറുകളിൽ ചിലപ്പോൾ നമുക്ക് ആ ദേഷ്യത്തിന്റെ ഇന്റൻസിറ്റി ഭയങ്കര ഹൈ ആയിരിക്കും. പക്ഷെ ഇതുപോലെയല്ല മൂഡ് എന്ന് പറയുന്നത്. നമ്മൾ ജസ്റ്റ് ഒരു ദിവസം ലേറ്റ് ആയിട്ട് എണീറ്റു എന്നതിന്റെ പേരിൽ നമ്മൾ ആ ഒരു ദിവസം കൊളായി അല്ലെങ്കിൽ മൂഡ് പോയി എന്ന് പറഞ്ഞിട്ട് മേ ബി ആ ഒരു 24 hours നമ്മൾ ആ ഒരു നെഗറ്റീവ് മൂഡിൽ സ്പെൻഡ് ചെയ്യാറുണ്ട്. സോ മൂഡ് എന്ന് പറയുന്നത് കുറച്ചും കൂടി അത്ര ഇന്റൻസിറ്റി ഇല്ലെങ്കിൽ പോലും ഇറ്റ് ലാസ്റ്റ് ഫോർ എ ലോങ്ങർ പീരിയഡ് ഓഫ് ടൈം എന്നുള്ളതാണ്. സോ ഇതാണ് മൂഡും ഇമോഷൻസും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. Okay. While emotions are directed at something or someone, example, you're angry at your brother or you're frustrated about waiting in line, moods can arise for no apparent reason. അതേപോലെ തന്നെ നമുക്ക് ഇമോഷൻസ് എന്ന് പറയുന്നത് പലപ്പോഴും വേറൊരാളുടെ പുറത്തേക്കാണ് നമ്മളത് കാണിക്കുന്നുണ്ടാവുക. ലൈക്ക് ദേഷ്യം എന്ന് പറയുമ്പോൾ വേറൊരാളോടുള്ള ഒരു ദേഷ്യം അല്ലെങ്കിൽ സന്തോഷം എന്ന് പറയുമ്പോൾ എന്തൊരു കാര്യം സംഭവിച്ചതിന്റെ പേരിൽ ഒരു സന്തോഷം അല്ലെങ്കിൽ ഇയാൾ എനിക്ക് ഇത് ചെയ്തു തന്നു സോ ഐ എം ഹാപ്പി എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കാം. മോസ്റ്റ് ഓഫ് ദ ടൈം അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. അപ്പൊ ഇമോഷൻസ് എന്ന് പറയുന്നത് പലപ്പോഴും വേറൊരാളിലേക്ക് ഡയറക്റ്റഡ് ആയിട്ടാണ് നടക്കുന്നുണ്ടാവുക. പക്ഷെ മൂഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു കാരണവും ഇല്ലാണ്ട് നമ്മുടെ മൂഡ് ചിലപ്പോൾ പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. സോ ദാറ്റ് ഇസ് എ സെക്കൻഡ് ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ ഇത് രണ്ടും ഡിഫറെന്റ് ആണ് എന്നുള്ളതാണ്. ഇമോഷൻസും മൂഡും ഇത് രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നെക്സ്റ്റ് എന്താണ് ഇമോഷൻസിന്റെ ഫങ്ഷൻ എന്ന്? നമുക്കറിയാം ഇമോഷൻസ് എല്ലാവരും എക്സ്പ്രസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതേപോലെ സങ്കടം, സന്തോഷം, അല്ലെങ്കിൽ പേടി, ആങ്സൈറ്റി ഇതൊക്കെ പലതരം ഇമോഷൻസ് ആണ്. ഇതിനെല്ലാം ഓരോ ഡിഫറെന്റ് ഫങ്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. സോ എന്തൊക്കെയാണ് ഈ ഫങ്ഷൻസ് എന്നുള്ളത് ജസ്റ്റ് നോക്കാം. ആദ്യത്തെയാണ് ഇൻട്രാ പേഴ്സണൽ ഫങ്ഷൻ. ഇൻട്രാ എന്നൊരു വേർഡ് പറയുമ്പോൾ തന്നെ ഇറ്റ് ഇസ് ടുവേർഡ്സ് സെൽഫ് അല്ലെങ്കിൽ നമ്മളതെങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ. അത് ഫസ്റ്റ് പോയിന്റ് ആണ്. പല ഇമോഷൻസും നമ്മുടെ ബിഹേവിയറിനെ ഗൈഡ് ചെയ്യുന്നതാണ്. ചിലപ്പോൾ നമുക്ക് ഇന്റേർണലി ഒരു സിഗ്നൽ തരും. അതായത്
ഓക്കെ, എനിക്ക് ഇത് ഇങ്ങോട്ട് പോകുമ്പോൾ എന്തോ ഒരു പേടി തോന്നുന്നുണ്ട്, അങ്ങോട്ട് പോണ്ട എന്നുള്ള രീതിയിൽ ചിലപ്പോൾ നമ്മുടെ ബിഹേവിയറിനെ ഓക്കെ അങ്ങോട്ട് പോണ്ട അല്ലെങ്കിൽ ഇത് ചെയ്യണ്ട. പലപ്പോഴും നമ്മളെ രക്ഷിക്കുന്നത് ഈ പറയുന്ന ഇമോഷൻസ് ആണ്, നമ്മുടെ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യുന്നത് വഴി. അതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ചില സിറ്റുവേഷൻസിൽ ഇവിടെ ഞാൻ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല. ചില ഇമോഷൻസിന് പുറത്താണ് ഞാൻ ഇവിടെ പ്രതികരിച്ചേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ ഞാൻ ചിലപ്പം പ്രതികരിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ടാവാം. അങ്ങനെ എവിടെ എന്ത് ചെയ്യണം അല്ലെങ്കിൽ എവിടെ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ള രീതിയിലൊക്കെ നമ്മളെ ഗൈഡ് ചെയ്യുന്നതും ഈ പറയുന്ന നമുക്ക് ഫീൽ ചെയ്യുന്ന ഇമോഷൻസ് ആണ് എന്നുള്ളതാണ്. ഓക്കെ. ഇതേപോലെ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു ഇമോഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഹാപ്പി ആവുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടി നോവലായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി പുതിയ പുതിയ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങുന്നതാണ്. വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ചിന്തിക്കാനുള്ള ഒരു കഴിവ് കൂടി ഉണ്ടാവുന്നതാണ്. നേരെ തിരിച്ച് നമുക്ക് സങ്കടം തോന്നുന്ന സമയത്ത് നേരെ തിരിച്ചായിരിക്കും. നമ്മൾ കുറച്ചും കൂടി ഇൻട്രോസ്പെക്ട് ചെയ്ത് നമ്മളെ കുറിച്ചിട്ട് തന്നെ കൂടുതൽ ആലോചിക്കും. എവിടെയാണ് എനിക്ക് പിഴച്ചത് എന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ചും കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ്. സോ അതാണ് ഇൻട്രാ പേഴ്സണൽ ഫങ്ഷൻസ്. നമ്മളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു, നമ്മുടെ പല ബിഹേവിയറിനെയും ഗൈഡ് ചെയ്യുന്നുണ്ട്. പല ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസിനെയും നമ്മളെ പിന്നോട്ട് വലിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഇമോഷൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. തേർഡ്ലി ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് ഫീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യാൻ തുടങ്ങുന്നു. ആൻഡ് നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് വരുന്ന സമയത്ത് നമ്മൾ എവിടെയാണ് എനിക്ക് മിസ്റ്റേക്ക് പറ്റിയത് എന്നുള്ള രീതിയിലേക്ക് ഞാൻ തിരിച്ച് ആലോചിക്കാനൊക്കെ എടുക്കുന്ന ഒരു ടൈമാണ് എന്നുള്ളതാണ്. സോ ദാറ്റ് ഇസ് എ ഇൻട്രാ പേഴ്സണൽ ഫങ്ഷൻ. നെക്സ്റ്റ് ഇസ് ഇന്റർപേഴ്സണൽ ഫങ്ഷൻസ്. ഇന്റർപേഴ്സണൽ ഫങ്ഷൻസ് ഈ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ ടു ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ എങ്ങനെ ഇമോഷൻസ് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് ഫീൽ ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് എന്ത് ഇമോഷൻസ് വരികയാണെങ്കിലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പ്രസീവ് ആയിട്ട് കാണിക്കുക എന്നുള്ളത് ഓരോ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ്. ഫോർ എക്സാമ്പിൾ ഫാമിലി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണെങ്കിലും ഫ്രണ്ട്ഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇമോഷൻസ് വളരെയധികം ഓപ്പൺ അപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് എന്ന് പറയുന്നത് നമ്മൾ ഇമോഷണൽ എക്സ്പ്രഷൻ, അതൊരു ഫേഷ്യൽ നമ്മൾ സന്തോഷം വരുന്ന സമയത്ത് നമ്മൾ ചിരിക്കുന്നുണ്ടാവാം. അപ്പൊ നമ്മൾ കാണിക്കുന്ന ഓരോ ഫേഷ്യൽ എക്സ്പ്രഷൻസും ആളുകളിലേക്കുള്ള ഒരു സിഗ്നലാണ്. ചിലപ്പോൾ നമ്മളെ ചിരി കൊണ്ട് അവർക്ക് ഓക്കെ നമ്മളോടൊന്ന് സംസാരിക്കാൻ അല്ലെങ്കിൽ നമ്മളെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെൻഡൻസി ഉണ്ടാവും. സോ ഇങ്ങനെ ഓരോ റിലേഷൻഷിപ്പ് ഫോം ചെയ്യുന്നതിന് വരെ എന്താണ് ഇമോഷൻസ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇമോഷൻ നമ്മൾ കാണിക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് നോക്കി ഇയാൾ അപ്രോച്ചബിൾ ആണ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവുകയും അവർ ചിലപ്പോൾ നമ്മളോട് ഒന്ന് സംസാരിക്കാനുള്ള ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ ഭയങ്കര ഡള്ളായിരിക്കുന്ന സമയത്ത് അവിടെ നമ്മൾ എക്സ്പ്രസീവ് ആവാന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ കുറച്ചും കൂടി ആളുകൾ സിമ്പത്തറ്റിക് ആവും, എംപത്തറ്റിക് ആവും, നമ്മളോട് കുറച്ച് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് വരും. സോ ഇതൊക്കെ നമ്മൾ ആളുകളിലേക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് കുറച്ചും കൂടി നമ്മളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പല രീതികളാണ് എന്നതാണ്. സോ ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞത് കൃത്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുക എന്ന് പറയുന്ന ഓരോ ബന്ധങ്ങളും നിലനിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. രണ്ടാമത് നമ്മൾ കാണിക്കുന്ന ഓരോ പോസിറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസും ചിലപ്പം ആളുകളിൽ നമ്മളെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെൻഡൻസി കൂട്ടി തരുന്നു എന്നുള്ളതാണ്. ഓക്കെ. അതേപോലെ തന്നെ തേർഡ് വൺ എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞു ഒരു കമ്മ്യൂണിക്കേഷൻ എടുത്തിട്ട് നമുക്ക് സങ്കടം വരികയാണെങ്കിൽ അത് കാണിക്കാവുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ദാറ്റ് നമ്മുടെ ചുറ്റുമുള്ളവർ നമുക്ക് കുറച്ചും കൂടി സിമ്പത്തറ്റിക് ആയിട്ടും എംപത്തറ്റിക് ആയിട്ടൊക്കെ നമ്മുടെ ചുറ്റും ഉണ്ടാകും എന്നുള്ളതാണ് ആ ഒരു പോയിന്റ് പറയുന്നത്. സോ അതാണ് ഇന്റർപേഴ്സണൽ ഫങ്ഷൻസിൽ വരുന്നത്. കമ്മിങ് ഓൺ ടു സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഫങ്ഷൻസ്. അതായത് എങ്ങനെയാണ് ഇമോഷൻസ് ഓരോ കൾച്ചറൽ അല്ലെങ്കിൽ ഒരു സൊസൈറ്റീസ് ആൻഡ് കൾച്ചേഴ്സിനെയൊക്കെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതിൽ പറയുന്നത് ഒരു സോഷ്യൽ ഗ്ലൂ ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ്. സോഷ്യൽ ഗ്ലൂ എന്ന് പറയുമ്പോൾ പല ഗ്രൂപ്പുകളെയും ഒരുമിച്ച് നിർത്താൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. അതായത് നമുക്കറിയാം ഇപ്പൊ ഒരു സൊസൈറ്റിയിൽ എടുക്കുന്ന സമയത്ത് അതിൽ പല കൾച്ചറുകളുള്ള ആളുകൾ ഉണ്ടാവാം. സോ ഇപ്പൊ ഓരോ ഫെസ്റ്റിവൽസ് വരുന്ന സമയത്ത് സന്തോഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുന്നതും അല്ലെങ്കിൽ ദുഃഖങ്ങൾ വരുന്ന സമയത്ത് നമുക്കറിയാം നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമുക്ക് ചിലപ്പോൾ ഫാമിലി ആയിരിക്കില്ല കൂടെ ഉണ്ടാവുക, ചിലപ്പോൾ നെയ്ബേഴ്സ് ആയിരിക്കും കൂടെ ഉണ്ടാവുക എന്നുള്ള രീതിയിലൊക്കെ. സോ ആ ഒരു രീതിയിൽ പല ഇമോഷൻസും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പ്രസ് ചെയ്യുന്നത് വഴി ഒരു സൊസൈറ്റിയിൽ ഒരു കൾച്ചറൽ അല്ലെങ്കിൽ ഒരു കൾച്ചറൽ ഗ്രൂപ്പിൽ പലതരം കൾച്ചറൽ ഗ്രൂപ്പ്സുകൾ തമ്മിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതായത് സങ്കടങ്ങളാണെങ്കിലും ദുഃഖങ്ങളാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ബിറ്റ്വീൻ ദ സോഷ്യൽ ഗ്രൂപ്പ്സ് ഓർ കൾച്ചറൽ ഗ്രൂപ്പ്സ്. അത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. പല സൊസൈറ്റീസും നിലനിന്ന് പോകുന്നതിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഒരു സൊസൈറ്റിന്റെ ഭാഗമായിട്ട് നമ്മളിപ്പം ആൺകുട്ടികളെയും പെൺകുട്ടികളെയൊക്കെ വളർത്തിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മൾ പലതരം എന്താണ് ഡിഫറൻസിയേഷൻസ് കാണിക്കാറുണ്ട്. ഇപ്പൊ ഒരു ആൺകുട്ടിനെ വളർത്തുന്ന സമയത്ത് മേ ബി അവര് നമ്മൾ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്ന സമയത്ത് മേ ബി അവര് തോക്ക്, കാറ് ആ സംഭവങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ മേടിച്ചു കൊടുക്കുന്നുണ്ടാവുക. പകരം ഒരു ഗേൾ ചൈൽഡ് ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ കുറച്ചും കൂടി പിങ്ക് കളർ
അതേപോലെ തന്നെ കുറച്ചും സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ഡോൾസ് കാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. സോ ബേസിക്കലി അപ്പം മുതലേ നമ്മൾ കണ്ടീഷൻ ചെയ്യാണ്. ആസ് എ പാർട്ട് ഓഫ് ദ സൊസൈറ്റി നമ്മൾ കണ്ടീഷൻ ചെയ്യാണ്. ആൺകുട്ടികൾ എന്തായിരിക്കണം, കുറച്ചും കൂടി സ്ട്രോങ് ആയിരിക്കണം. വിമൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഗേൾസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി സോഫ്റ്റ് ആയിരിക്കണം എന്ന് പറയുന്ന പല കണ്ടീഷനിങ്ങും ഇതിന്റെ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു സംഭവമാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇസ് വാട്ട് ആർ ദ കോമ്പണൻസ് ഓഫ് ഇമോഷൻ. ഇമോഷനിൽ എന്തൊക്കെ കോമ്പണൻസ് ആണ് അടങ്ങിയിട്ടുള്ളത് എന്നതാണ്. അപ്പൊ അതിൽ ആദ്യം വരുന്നതാണ് എഫക്റ്റീവ്. എഫക്റ്റീവ് എന്ന് പറയുന്നത് ഒരു ഫീലിംഗ് ഉണ്ട് എന്നുള്ളതാണ്. എഫക്റ്റീവ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് റിലേറ്റഡ് ടു ഫീലിംഗ്. ഓരോ ഇമോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് അത് അറൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. സബ്ജക്റ്റീവ് ആയിട്ട് ഇപ്പൊ സങ്കടം എന്ന് പറയുമ്പോൾ എനിക്ക് സബ്ജക്റ്റീവ് ആയിട്ട് ഓരോ മനുഷ്യനും സങ്കടം എന്ന് പറയുമ്പോൾ സബ്ജക്റ്റീവ് ആയിട്ട് തോന്നുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടാവും. അതിനെയാണ് എഫക്റ്റീവ് എന്ന് പറയുന്നത്. നമുക്ക് ഇന്റേണലി നമുക്ക് തോന്നുന്ന ഒരു സബ്ജക്റ്റീവ് ഫീലിംഗിനെയാണ് നമ്മൾ എഫക്റ്റീവ് കോമ്പണന്റ് എന്ന് പറയുന്നത്. ഇനി കൊഗ്നീറ്റീവ്. കൊഗ്നീറ്റീവ് എന്ന് പറയുമ്പോൾ ഞാൻ സങ്കടം എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ചിന്തിക്കുന്നത് എന്തിനെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ സന്തോഷം എന്ന് പറയുമ്പോൾ ഞാൻ എന്തിനെ കുറിച്ച്. അപ്പം ഓരോ ഇമോഷൻ റിലേറ്റഡ് ആയിട്ട് നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ തോട്ട് പ്രോസസ്സ് പോകുന്ന, നമ്മൾ അസൈൻ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടാവും. അതാണ് കൊഗ്നീറ്റീവ് എലമെന്റ് എന്ന് പറയുന്നത്. Thinking about a feeling is very different from the actual feeling. Individuals try to understand the reason behind why something is happening and try to judge how an event might impact them. So ഓരോ ഇമോഷനിലും നമുക്ക് സങ്കടം എന്ന് പറയുമ്പോൾ അതിൽ എനിക്കൊരു ഫീലിംഗ് ഉണ്ടാവും, അതാണ് എഫക്റ്റ്. അതേപോലെ തന്നെ അതിലൊരു ഞാൻ അതിനെ എങ്ങനെയാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ അതിനെ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ എങ്ങനെയാണ് കൊഗ്നീറ്റീവ്ലി അല്ലെങ്കിൽ ഒരു തോട്ട് പ്രോസസ് എൻ്റെത് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളതാണ് കൊഗ്നീറ്റീവ് എലമെന്റ് എന്ന് പറയുന്നത്. തേർഡ് എലമെന്റ് ഇസ് ഫിസിയോളജിക്കൽ. ഫിസിയോളജിക്കൽ ഞാൻ പറഞ്ഞ പോലെ ഓരോ ഇമോഷൻസും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് ഫിസിയോളജിക്കൽ ആയിട്ടുള്ള പലതരം മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നതാണ്. നാലാമത്തത് മോട്ടിവേഷണൽ. ഞാൻ പറഞ്ഞ പോലെ ഓരോ ഇമോഷൻ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് അത് നമ്മളൊരു സ്പെസിഫിക് ആക്ഷനിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾക്ക് സങ്കടം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം എടുത്ത് വലിച്ചെറിയുന്നത്, ഇതൊക്കെ നമ്മൾ ആ ഒരു ആക്ഷനിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് ദേഷ്യം എന്ന് പറയുന്ന സാധനം. ഭയങ്കര സങ്കടം വരുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് എല്ലാവരിൽ നിന്ന് മാറി നിന്ന് ഒരു റൂമിൽ കയറി ഇരിക്കുന്നത്, ഇതൊക്കെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ ഇമോഷനും നമുക്ക് ഒരു സ്പെസിഫിക് ആക്ഷനിലേക്ക് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. അതേപോലെ തന്നെ എക്സ്പ്രസീവ് ഫംഗ്ഷൻ. എക്സ്പ്രസീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓരോ ഇമോഷനും ഒരു എക്സ്പ്രസീവ് ഫംഗ്ഷനാണ്. ബാക്കിയുള്ളവർക്ക് അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള ഒരു അതായത് നമ്മൾ ഓരോ ഇമോഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് നമ്മളത് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് നമ്മുടെ ഫേസിൽ. ഫോർ എക്സാമ്പിൾ ഹാപ്പിനെസ് നമ്മൾ ചിലപ്പോൾ സ്മൈലിലൂടെ ആയിരിക്കും. അപ്പോൾ ഓരോ ഇമോഷനും ഒരു എക്സ്പ്രസീവ് ഫംഗ്ഷൻ കൂടി ഉണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു എക്സ്പ്രസീവ് കോമ്പണന്റ് കൂടി ഉണ്ട് എന്നുള്ളതാണ്. സങ്കടം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഐ ബി സ്മൈലിംഗ്. സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഐ ബി സ്മൈലിംഗ്. അതേപോലെ സങ്കടം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഐ ബി ക്രൈം. സോ ഇതൊക്കെ ഒരു എക്സ്പ്രസീവ് ഫംഗ്ഷൻസ് ആണ്. അപ്പൊ ഇങ്ങനെ പല കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ് ഇമോഷൻ എന്ന് പറയുന്നത്. ഇമോഷൻ എന്ന് പറയുമ്പോൾ അതിലൊരു ഫീലിംഗ് ഉണ്ട്, അതിനെ ഞാൻ എങ്ങനെ ചിന്തിക്കുന്നു എന്നൊരു കൊഗ്നീറ്റീവ് എലമെന്റ് ഉണ്ട്. കൊഗ്നീറ്റീവ് എന്ന് പറയുമ്പോൾ വലിയൊരു സംഭവമായിട്ട് എടുക്കേണ്ട, നമ്മൾ അതിനെക്കുറിച്ച് എന്ത് തിങ്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ സങ്കടം വരുന്ന സമയത്ത് ഞാൻ ആലോചിച്ചിരിക്കുന്നത് ഞാൻ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഇരിക്കുന്നത്, ദാറ്റ് ഇസ് മൈ കൊഗ്നീറ്റീവ് എലമെന്റ്. ഫിസിയോളജിക്കലി എനിക്ക് ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ ഉറക്കം വരുന്നില്ല, അങ്ങനെ പല കാര്യങ്ങളും. മോട്ടിവേഷണൽ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ എല്ലാവരിൽ നിന്ന് മാറി നിൽക്കുന്നത്, എന്തെങ്കിലും ഒരു സാധനം ഞാൻ കാണിക്കുന്നുണ്ടാവും ആ ഇമോഷൻ റിലേറ്റഡ് ആയിട്ട്. ആൻഡ് ഫൈനലി എക്സ്പ്രഷൻ, നമ്മൾ എങ്ങനെയാണ് ആ ഒരു ഇമോഷൻ ആളുകളുടെ മുമ്പിൽ എക്സ്പ്രസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഇമോഷൻ. ഏതൊക്കെ തരത്തിലുള്ള ഇമോഷൻസ് ഉണ്ടെന്നുള്ളതാണ്. നമ്മൾ കളേഴ്സിനെ കുറിച്ച് പറയാനുണ്ട്. പ്രൈമറി കളേഴ്സ് മിക്സ് ആകുമ്പോൾ സെക്കൻഡറി കളേഴ്സ് ഫോം ചെയ്യുന്ന രീതിയിൽ. സോ ഇതേപോലെ തന്നെ ഇമോഷൻസിനെയും പ്രൈമറി ഇമോഷൻസ് ആൻഡ് സെക്കൻഡറി ഇമോഷൻസ് എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. സോ പ്രൈമറി ഇമോഷൻസ് എന്ന് പറയുന്നത് ബേസിക്കലി യൂണിവേഴ്സൽ ആയിട്ടുള്ള ബേസിക് ഇമോഷൻസിനെയാണ് നമ്മൾ പ്രൈമറി ഇമോഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അത് ഓരോ കൾച്ചറിലും കാണപ്പെടുന്ന ഇമോഷൻസിനെയാണ് നമ്മൾ പ്രൈമറി ഇമോഷൻസ്. വളരെയധികം യൂണിവേഴ്സൽ ആയിട്ടുള്ള ഇമോഷൻസ് ആണ്. ഓക്കെ. ആൻഡ് ഇത് നമ്മുടെ സർവൈവലിന് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഇമോഷൻസ് ആണ് പ്രൈമറി ഇമോഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ. ആ രീതിയിൽ റോബർട്ട് പ്ലച്ചിക് 8 തരത്തിലുള്ള പ്രൈമറി ഇമോഷൻസ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഫിയർ, സർപ്രൈസ്, സാഡ്നെസ്, ഡിസ്ഗസ്റ്റ്, ആങ്കർ, ആന്റിസിപ്പേഷൻ, ജോയ് ആൻഡ് ട്രസ്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് ആള് പ്രൈമറി ഇമോഷൻസ് ആയിട്ട് പറയുന്നത്. ഓക്കെ. ആൻഡ് ഈ പ്രൈമറി ഇമോഷൻസ്, ഫോർ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ഡയഗ്രാം വെച്ചിട്ട് കാണിച്ചു തരാം. ജോയ്, ട്രസ്റ്റ്, ഫിയർ, സർപ്രൈസ്, സാഡ്നെസ്, ഡിസ്ഗസ്റ്റ്, ആങ്കർ, ആന്റിസിപ്പേഷൻ, ഇതൊക്കെ ആണ് നമ്മുടെ പ്രൈമറി ഇമോഷൻസ് എന്നുള്ളതാണ് പ്ലച്ചിക് പറയുന്നത്. ഓക്കെ. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു പ്ലച്ചിക്കിന്റെ മോഡൽ നോക്കിയാൽ മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, നമ്മൾ പേടിന്റെ ഏറ്റവും തീരെ അത് വളരെ കുറഞ്ഞ ലെവലിനെയാണ് അപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. അത് കുറച്ചും കൂടി കൂടുന്ന സമയത്ത് ഇറ്റ് ബിക്കംസ് ഫിയർ. അത് വളരെയധികം കൂടുന്ന സമയത്ത് ഇറ്റ് ബിക്കംസ് ടെറർ.
അപ്പോൾ ഓരോ ഇമോഷന്റെയും ഡിഫറെന്റ് ഇന്റൻസിറ്റീസ് ആണ് ആളൊരു ഈ ഒരു വീൽ മോഡലിൽ കാണിക്കുന്നത്. ദാറ്റ് ഈസ് നമ്മൾ പേടി എന്ന് പറയുന്നത് തീരെ കുറവാണെങ്കിൽ, അത്ര വലിയ പേടിയൊന്നും ഇല്ലെങ്കിൽ അതൊരു അപ്രിഹെൻഷൻ എന്നുള്ളതാണ് പറയാം. അത് കുറച്ചും കൂടി ഇന്റൻസിറ്റി കൂടുമ്പോൾ നമ്മൾ ഫിയർ എന്ന് പറയും. കുറച്ചും കൂടി ഇന്റൻസിറ്റി കൂടുകയാണെങ്കിൽ ഇറ്റ്സ് കോൾഡ് എസ് ടെറർ എന്നുള്ളതാണ്. ഓക്കെ. സോ ആ രീതിയിൽ ഇതേപോലെ തന്നെ നമ്മൾ അഡ്മയറേഷൻ എന്ന് പറയുന്നത്, അത് ആദ്യം തീരെ ഇന്റൻസിറ്റി അത്രത്തോളം ഇല്ലെങ്കിൽ നമ്മൾ ഒരാളെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങും. പിന്നെ നമ്മൾ അയാളെ വിശ്വസിച്ച് തുടങ്ങും. അത് കുറച്ചും കൂടി ഇന്റൻസിറ്റി ആകുമ്പോൾ നമ്മൾ അയാളെ ആരാധിച്ചു തുടങ്ങും എന്നുള്ളതാണ്. സോ ഈ രീതിയിലാണ് പ്ലച്ചിക്കിന്റെ ഒരു മോഡൽ പറയുന്നത്. ഓക്കെ. അപ്പൊ കോർ ഇമോഷൻസ് എപ്പോഴും ഇതാണ്. അതായത് പ്രൈമറി ഇമോഷൻസ് ഫിയർ, സർപ്രൈസ്, സാഡ്നെസ്, ഡിസ്ഗസ്റ്റ്, ആങ്കർ, ആന്റിസിപ്പേഷൻ, ജോയ് ആൻഡ് ട്രസ്റ്റ് എന്നുള്ളതാണ്. ഈ പ്രൈമറി ആയിട്ടുള്ള ഇമോഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിച്ചേരുന്ന സമയത്താണ് സെക്കൻഡറി ഇമോഷൻസ് ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ്. ആൻഡ് ഇത് അത്രത്തോളം യൂണിവേഴ്സൽ അല്ല. ചിലപ്പോൾ എല്ലാ സ്ഥലത്തും ഈ സെക്കൻഡറി ഇമോഷൻസ് ഇതുപോലെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ഓരോ കൾച്ചറിനനുസരിച്ചും അല്ലെങ്കിൽ ഓരോ സൊസൈറ്റിക്ക് അനുസരിച്ചും ഈ സെക്കൻഡറി ഇമോഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേറ്റ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. ജസ്റ്റ് ഫോർ എക്സാമ്പിൾ, ഇപ്പം രണ്ട് ഇമോഷൻസ്, പ്രൈമറി ഇമോഷൻസ് ആണ്. ഏതെങ്കിലും രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ ഫിയറും സർപ്രൈസും കൂടി ചേർന്നിട്ടുണ്ടാവുന്ന സെക്കൻഡറി ഇമോഷൻ ആണ് ആ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വോ ഫീലിംഗ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ജോയ് ആൻഡ് ട്രസ്റ്റ്, ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് ലവ് എന്ന് പറയുന്ന ഒരു ഇമോഷൻ ഉണ്ടാവുന്നത്. സിമിലർലി ആന്റിസിപ്പേഷൻ ആൻഡ് ജോയ് കൂടിയിട്ടാണ് ഓപ്റ്റിമിസം എന്ന് പറയുന്ന ഒരു സെക്കൻഡറി ഇമോഷൻ ഉണ്ടാവുന്നത്. അങ്ങനെ പല രീതിയിൽ രണ്ട് പ്രൈമറി ഇമോഷൻസ് കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്, സെക്കൻഡറി ഇമോഷൻസ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് പ്ലച്ചിക്കിന്റെ ഈ ഒരു മോഡൽ സൂചിപ്പിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇതിന്റെ ഒരു ജസ്റ്റ് ഒരു റിപ്രസെന്റേഷൻ ആണ് പറയുന്നത്. അതായത് നമ്മൾ ഓരോ കളേഴ്സും സൂചിപ്പിക്കുന്നത്. ഇപ്പൊ ഗ്രീൻ കളർ വളരെ ലൈറ്റ് ഷെയ്ഡ് കാണിക്കുന്നത് ലോ ഇന്റൻസിറ്റിയും, വളരെ ഹൈ ഷെയ്ഡ് അല്ലെങ്കിൽ ഡാർക്ക് ഷെയ്ഡ് കാണിക്കുന്നത് ആ ഒരു ഇമോഷന്റെ ഏറ്റവും പീക്ക് ഇന്റൻസിറ്റി ആണ് എന്നുള്ളതാണ് പറയുന്നത്. സോ ഇതാണ് പ്ലച്ചിക്കിന്റെ ബേസിക് മോഡൽ എന്ന് പറയുന്നത്. ഇന്ന് അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ബേസിക്കലി, അതായത് നമ്മൾ ആ ഒരു വീലിന്റെ അകത്തേക്ക് പോകും തോറും നമ്മൾ എന്താണ് ഓരോ ഇമോഷന്റെ ഇന്റൻസിറ്റി കൂടി വരികയാണ് ചെയ്യുന്നത്. ആ വീലിന്റെ പുറത്തേക്ക് അല്ലെങ്കിൽ ആസ് വി മൂവ് ഔട്ട്വേർഡ് ഇമോഷന്റെ ഇന്റൻസിറ്റി കുറഞ്ഞാണ് കാണിക്കുന്നത് എന്നുള്ളതാണ്. ആസ് വി ക്യാൻ സീ ദ കളർ, ഉള്ളിലേക്ക് പോകുന്തോറും ഇന്റൻസിറ്റി കൂടി ഡാർക്ക് കളേഴ്സ് ആണ്. പുറമേക്ക് വരും തോറും അതിന്റെ ഇന്റൻസിറ്റി കുറയും. അതിന്റെ ഒരു ഇമോഷണൽ ഇന്റൻസിറ്റി കുറച്ചും കൂടി കുറവായിട്ടാണ് കാണിക്കുന്നത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇതാണ് ബേസിക് ഇമോഷൻസ്: ജോയ്, ട്രസ്റ്റ്, ആന്റിസിപ്പേഷൻ, ആങ്കർ. ഇതൊക്കെ അങ്ങനെ ഇത് രണ്ടെണ്ണം കൂടി ചേർന്നിട്ട് നമുക്കിപ്പം ജോയ് ആൻഡ് ആന്റിസിപ്പേഷൻ കൂടി ചേർന്നിട്ട് ഓപ്റ്റിമിസം, ആന്റിസിപ്പേഷൻ ആങ്കർ കൂടി ചേർന്നിട്ട് അഗ്രസീവ്നെസ്. അങ്ങനെ പല രീതിയിൽ രണ്ട് പ്രൈമറി ഇമോഷൻസ് കൂടി ചേർന്നിട്ടാണ് സെക്കൻഡറി ഇമോഷൻസ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് പറയുന്നത്. Okay. This is the last topic of this particular unit: relationship between emotions, thinking and behavior. അപ്പൊ ഇതിൽ ബേസിക്കലി പറയുന്നത്, ഇപ്പൊ നമ്മൾ ഇമോഷൻസും അതേപോലെ തന്നെ ബിഹേവിയറും തിങ്കിങ്ങും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് നമുക്ക് പറയണമെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാക്കണമെങ്കിൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ദാറ്റ് ഈസ്, നമ്മളോടൊരു പെട്ടെന്ന് ഒരു ഫ്രണ്ട്, നമ്മൾ വളരെയധികം അറിയുന്ന ഒരു ഫ്രണ്ട് പെട്ടെന്ന് നിന്ന് ഷൗട്ട് ചെയ്യും. ഓക്കെ. സോ ഒബ്വിയസ്ലി അതൊരു ഇമോഷണൽ സ്റ്റിമുലസ് ആണ്. ആൾ അതിന് നമ്മളോട് പെട്ടെന്ന് ഒച്ചയിടാന്ന് പറയുമ്പോൾ ഇറ്റ്സ് എൻ ഇമോഷണൽ സ്റ്റിമുലസ്. ഓക്കെ. അപ്പൊ നമ്മൾ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് പല രീതിയിലാവാം. ചിലപ്പോൾ നമ്മൾ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, ഓക്കെ, ആൾക്ക് എന്നോട് ദേഷ്യമുണ്ട്, സോ ദാറ്റ്സ് റീസൺ വൈ ഹി ഈസ് ഷൗട്ടിങ് അറ്റ് മീ എന്നുള്ള രീതിയിലാവാം. അപ്പം നമുക്കും ഒരു കൺഫ്യൂഷൻ ആവും, എന്തിനായിരിക്കും ആൾ ഷൗട്ട് ചെയ്തത്, എന്നോട് ദേഷ്യം ഉണ്ടായിട്ടാണോ? അപ്പൊ നമ്മൾ അതിനോട് പ്രതികരിക്കുന്നത് പല രീതിയിലാവും. അപ്പൊ ചിലവര് ഓക്കെ, ചിലപ്പോൾ ദേഷ്യം ഉണ്ടാവാം, ഞാൻ പോയി ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്തേക്കാം എന്നുള്ള രീതിയിൽ വളരെ പൊലൈറ്റ് ആയിട്ട് ഡീൽ ചെയ്യുന്നുണ്ടാവാം. ചിലവര് ലൈക് ആളെന്തിനാണ് ഇപ്പൊ എന്നോട് ദേഷ്യപ്പെട്ടത്, ഞാനും തിരിച്ച് ഷൗട്ട് ചെയ്യുന്ന രീതിയിൽ പോയി ഷൗട്ട് ചെയ്യുന്നവരുണ്ടാവാം. സോ ഡിഫറെന്റ് അപ്രോച്ചസ് ആണ്. ഓക്കെ. സോ ഈ രണ്ട് അപ്രോച്ചസിലേക്കും ലീഡ് ചെയ്യുന്നത് നമ്മൾ അതിനെ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ അപ്രൈസൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ദാറ്റ് ഈസ്, ഒരു കാര്യം നടക്കുന്ന സമയത്ത് അത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. അതിനെയാണ് കൊഗ്നീറ്റീവ് അപ്രൈസൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ആൾ വന്ന് ഷൗട്ട് ചെയ്യുന്ന സമയത്ത് ഓക്കെ, ആൾക്ക് എന്തെങ്കിലും ഫീൽ ആയിട്ടുണ്ടാവും, ഞാൻ ജസ്റ്റ് ഒന്ന് പോയി ചോദിക്കാം എന്ന് പറയുമ്പോൾ ഞാൻ അതിനെ കൊഗ്നേറ്റീവ് അപ്രൈസൽ ചെയ്തത് നല്ല രീതിയിലാണ്. ലൈക്ക് ആൾക്ക് എന്തോ പ്രശ്നമുണ്ട്, സോ ലെറ്റ് മീ ഗോ ആൻഡ് എൻക്വയർ എന്നുള്ള രീതിയിൽ. ഇനി വേറൊരാൾ അതിനെ കൊഗ്നേറ്റീവ് അപ്രൈസൽ ചെയ്യുന്നത്, ഇയാൾ ആരാണ് എന്നോട് ദേഷ്യപ്പെടാൻ, ഞാനും പോയി ദേഷ്യപ്പെടട്ടെ എന്നുള്ള രീതിയിലാവാം. സോ ഒരു പെർട്ടിക്കുലർ കാര്യം നടക്കുമ്പോൾ അതിന് ഒരു അർത്ഥം കണ്ടെത്തുന്നത് എങ്ങനെയാണ്, ഓരോരുത്തരും അർത്ഥം കണ്ടെത്തുന്നത് വേറെ രീതിയിലായിരിക്കും. സോ അതിനെയാണ് നമ്മൾ കൊഗ്നേറ്റീവ് അപ്രൈസൽ എന്ന് പറയുന്നത്. ഈ കൊഗ്നേറ്റീവ് അപ്രൈസലിലാണ് ഒരാൾ ഏത് ഇമോഷനിലേക്ക് ലീഡ് ചെയ്യുന്നു എന്നത് തീരുമാനിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മളെ ഹസ്ബൻഡ് ജസ്റ്റ് ചീത്ത പറഞ്ഞു, ഓക്കെ, സോ അല്ലെങ്കിൽ നമ്മുടെ ഫാദർ നമ്മളെ ജസ്റ്റ് ഒന്ന് ചീത്ത പറഞ്ഞു.
സോ അത് ഓരോ ആളുകളും എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ കൊഗ്നേറ്റീവ് അപ്രൈസൽ അപ്പൊ എന്തിനാണ് ഇപ്പൊ ചീത്ത പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ കുറെ ആളുകളുടെ മുമ്പിൽ വെച്ചിട്ടാണ് നമ്മൾ ചീത്ത പറഞ്ഞത്. സോ മേ ബി ഒരാൾ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് എന്തിനാണ് ഇപ്പൊ ഇത്ര ആളുകളുടെ മുമ്പിൽ വെച്ച് ചീത്ത പറഞ്ഞത്, ഞാൻ കുറച്ച് ദേഷ്യപ്പെട്ടേക്കാം അല്ലെങ്കിൽ കുറച്ച് സങ്കടപ്പെട്ട് നടക്കുന്ന ആളുകളുണ്ടാവും. ചിലവർ എന്റെ ഉപ്പയല്ലേ അല്ലെങ്കിൽ എന്റെ ഫാദർ അല്ലേ, ലെറ്റ് ഇറ്റ് ബി എന്നുള്ള രീതിയിൽ വളരെ കൂളായിട്ട് എടുക്കുന്നവരുണ്ടാവും. സോ ഓരോ സിറ്റുവേഷൻ നടക്കുന്ന സമയത്തും അതിനെ നമ്മൾ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കൊഗ്നേറ്റീവ് അപ്രൈസൽ എന്ന് പറയുന്നത്. ആൻഡ് ഈ കൊഗ്നേറ്റീവ് അപ്രൈസൽ ആണ് നമുക്ക് എന്ത് ഇമോഷൻ ആയിരിക്കും ഫീൽ ചെയ്യുന്നുണ്ടാവുക എന്നുള്ളത് തീരുമാനിക്കുന്നത്. വളരെയധികം പോസിറ്റീവ് സെൻസിൽ എടുക്കുകയാണെങ്കിൽ വിൽ ഹാവ് എ പോസിറ്റീവ് ഇമോഷൻ. നെഗറ്റീവ് സെൻസിൽ നമ്മൾ അതിനെ കൊഗ്നേറ്റീവ് അപ്രൈസൽ ചെയ്യുകയാണെങ്കിൽ വിൽ ഹാവ് എ നെഗറ്റീവ് ഇമോഷൻ എന്നാണ് സത്യം എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ എന്ത് തരം അപ്രൈസൽ ആണോ കൊടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നമുക്ക് ഉണ്ടാവുന്ന ഇമോഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതിൽ പറയുന്ന അക്കോർഡിംഗ് ടു ഗ്രോസ് ആൻഡ് ഡ്വിച്ചറോ ഡ്വിച്ചൻഡോർഫ്, ഓക്കെ, അങ്ങനെ തന്നെയാണ് പ്രൊനൗൺസിയേഷൻ എന്ന് വിചാരിക്കുന്നത്, ഡ്വിച്ചൻഡോർഫ്. സോ ഇവർ രണ്ടുപേരും പറയുന്നത് ബേസിക്കലി നമ്മളിപ്പോ ഓരോ കാര്യങ്ങളും ഇപ്പം നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളും നടക്കുന്ന സമയത്ത് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ നമ്മളതിനെ കൊഗ്നേറ്റീവ് അപ്രൈസൽ ചെയ്യുന്ന രീതി മാറ്റിയാൽ തന്നെ നമുക്ക് പലതരം നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസും മാറ്റി നിർത്താം എന്നുള്ളതാണ്. ഇപ്പൊ ഒരാൾ നമ്മളെ പറ്റിക്കും നോക്കി ലെറ്റ് നമ്മൾ അതിനെ നോക്കി കാണുമ്പോൾ ഞാൻ അതിന് നിന്ന് കൊടുത്തിട്ടല്ലേ സാരല്ലേ പോട്ടെ, അല്ലെങ്കിൽ ഹീസ് മൈ ഫ്രണ്ട് ആള് പോട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ എങ്ങനെ കൊഗ്നേറ്റീവ് അപ്രൈസൽ അല്ലെങ്കിൽ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു എന്നുള്ളത് മാറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് ഒക്കെ മാറ്റി നിർത്താൻ പറ്റും എന്നുള്ളതാണ്. So appraisals therefore have the power to impact our reactions to daily experiences of emotion. അപ്പം ഇതൊരു വളരെ ബേസിക് ആയിട്ടുള്ള പോയിന്റ് ആണ്. അപ്രൈസൽ കോഗ്നേറ്റീവ് ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഓരോ കാര്യത്തിനെയും നമ്മൾ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് നമ്മുടെ ഇമോഷൻസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ നമ്മൾ ജസ്റ്റ് ഒരാൾ വന്നിട്ട് ചീത്ത പറയുന്ന സമയത്ത് ഞാൻ അതിനെ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളതാണ്, ഞാൻ അതിനെ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു. ഇറ്റ്സ് ഓക്കെ, അല്ലെങ്കിൽ ആൾക്ക് ദേഷ്യപ്പെട്ടതുകൊണ്ട് അല്ലെങ്കിൽ സങ്കടം വന്നതുകൊണ്ടാവാം എന്ന് പറഞ്ഞിട്ട് അതിനെ ഇതാക്കുകയാണെങ്കിൽ അവിടെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ എനിക്കൊരു നെഗറ്റീവ് ഇമോഷൻ ഫീൽ ചെയ്യില്ല. പകരം എന്താണ്, ഞാൻ ഇയാൾ എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യപ്പെടുകയാണെങ്കിൽ അത് ഇറ്റ് വിൽ ലീഡ് ടു എ നെഗറ്റീവ് ഇമോഷൻ. മേ ബി നമ്മളും തിരിച്ച് അഗ്രസീവ് ആവാം, ഇറ്റ് വിൽ ബിക്കം മോർ പ്രോബ്ലമാറ്റിക്. അപ്പം ഓരോ സിറ്റുവേഷൻ നമ്മൾ എങ്ങനെ കൊഗ്നേറ്റീവ്ലി അപ്രൈസൽ ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനനുസരിച്ച് നമ്മൾ ഫീൽ ചെയ്യുന്ന ഇമോഷൻസും ഡിഫറെന്റ് ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇതേപോലെ തന്നെ നമ്മുടെ ഒരു സ്റ്റേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ മേ ബി ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇയാൾ അങ്ങനെ ലൈക്ക് ആൾക്ക് സങ്കടം വന്നതുകൊണ്ടാണ് എന്നോട് ദേഷ്യം പിടിച്ചത്. സോ അത് ഞാൻ വിട്ടേക്കാം എന്നുള്ള രീതിയിൽ മേ ബി അതിന് വളരെ നല്ല രീതിയിൽ പോസിറ്റീവ് ആയിട്ടുള്ള കൊഗ്നേറ്റീവ് അപ്രൈസൽ നടത്തിയാൽ എനിക്ക് വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ഇമോഷൻ ഫീൽ ചെയ്യും എന്നുള്ളത് റൈറ്റ് ആണ്. ബട്ട് എല്ലായ്പ്പോഴും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിക്കോളണം എന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ഒരു ഇമോഷണൽ സ്റ്റേറ്റ് കൂടി നോക്കണമല്ലോ. മേ ബി നമ്മൾ ഭയങ്കര സങ്കടത്തിരിക്കുന്ന സമയത്താണെങ്കിൽ ഒരാൾ അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആളുടെ പോസിറ്റീവ് സെൻസോ അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ നല്ലതിന് വേണ്ടിയിട്ടാവാം എന്നുള്ളതൊന്നും ചിന്തിക്കാനുള്ള ടൈം പോലും ഉണ്ടാവില്ല. ചിലപ്പം അതുകൊണ്ട് തന്നെ ഒരാള് തന്നെ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ഒരു നല്ല രീതിയിൽ കൊഗ്നേറ്റീവ് അപ്രൈസൽ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് എല്ലാ സിറ്റുവേഷനിലും അയാൾക്ക് അങ്ങനെ പറ്റിക്കൊള്ളണം എന്നില്ല. ആളുടെ ഉള്ളിലെ ഇമോഷൻസ് കൂടിയും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ആ ഒരു പോയിന്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ പറഞ്ഞ പോലെ മേ ബി ഒരാൾ വന്നിട്ട് നമ്മൾ ചീത്ത പറയുന്ന സമയത്തൊക്കെ ആൾക്ക് ഫീൽ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ ഞാൻ വിട്ടേക്കാം എന്ന് പറയുന്നത് ഞാനൊരു പോസിറ്റീവ് സെൻസിൽ ഇരിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ. പക്ഷെ എല്ലാപ്പോഴും എനിക്കത് പറ്റിക്കൊള്ളണം എന്നില്ല. മേ ബി ഇഫ് ഐ എം ഇൻ എ വെരി ബാഡ് സ്റ്റേറ്റ് ചിലപ്പോൾ ഞാനും തിരിച്ച് പ്രതികരിക്കും. സോ എല്ലാപ്പോഴും ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഒരു കൊഗ്നേറ്റീവ് അപ്രൈസൽ തന്നെ ആയിരിക്കും ഒരു സിറ്റുവേഷനോട് എടുക്കുക എന്നത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല എന്നതാണ് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് ഡിപ്പെൻഡന്റ് ഓൺ ദ സിറ്റുവേഷൻ. അപ്പോൾ സിറ്റുവേഷണൽ കോണ്ടെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. Situational context, the object at which the emotion is directed, anticipation and judgment of possible consequences of action and past experiences, culture and gender all determine behavior. അപ്പൊ ഇത്രയും ഫാക്ടേഴ്സ് നമ്മളൊരു കൊഗ്നേറ്റീവ് അപ്രൈസൽ ചെയ്യുന്ന സമയത്ത് ഇത്രയും ഫാക്ടേഴ്സ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷൻ, ജെൻഡർ, മെയിലാണോ ഫീമെയിൽ ആണോ എന്നുള്ളത്, അതേപോലെ തന്നെ നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസ്, ഇതൊക്കെ ഒരാള് ഇപ്പൊ എന്തെങ്കിലും സിറ്റുവേഷൻ നടക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ നമ്മൾ അതിനെ എങ്ങനെ നോക്കി കാണണം എന്ന് തീരുമാനിക്കുന്നതിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകങ്ങളാണ് ഇതൊക്കെ. മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ളത്. ചിലപ്പം മെയിൽസിന് കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ പേഷ്യൻസ് കുറച്ചും കൂടി ഫീമെയിൽസിനായിരിക്കും കൂടുതൽ ഉണ്ടാവുക. അപ്പം അവർ കുറച്ചും കൂടി ക്ഷമിച്ച് ബിഹേവ് ചെയ്യുന്നവരാവാം. മെയിൽസ് ആണെങ്കിൽ ചിലപ്പോൾ അവിടെ വേറെ രീതിയിലുള്ള പ്രതികരണമായിരിക്കും നടക്കുന്നുണ്ടാവാം. അപ്പം ജെൻഡറിന്റെ അടിസ്ഥാനത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവാം. സിറ്റുവേഷൻ, ഒരാൾ സങ്കടപ്പെട്ടാണ് ഇരിക്കുന്നതും
എങ്കിൽ ചിലപ്പോൾ അയാൾക്ക് അവിടെ ഇയാൾ നല്ല രീതിയിലാണ് ചെയ്തത് എന്നുള്ളതൊന്നും ഉൾക്കൊള്ളാനുള്ളൊരു ആയിരിക്കില്ല എടുക്കുന്നുണ്ടാവുക. സോ സിറ്റുവേഷണൽ കോണ്ടെക്സ്റ്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ പാസ്റ്റ് എക്സ്പീരിയൻസസ്. ഇതിനു മുമ്പും ഇതേ സിറ്റുവേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അന്നൊക്കെ ഇയാൾ വളരെയധികം ഒന്നും വിചാരിക്കാതെ ചെയ്തതാണെങ്കിൽ ഇതും ഓക്കെ അത് അങ്ങനെ ചെയ്തതായിരിക്കും എന്നുള്ളത് നമുക്ക് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ആ ഒരു സെൻസിൽ നമുക്ക് എടുക്കാൻ പറ്റും. സോ പാസ്റ്റ് എക്സ്പീരിയൻസസ് ഇങ്ങനത്തെ ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വളരെയധികം വാലിഡ് ആയ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. പല കൾച്ചറൽ ഡിഫറൻസസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ഓരോ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നതിൽ പല കൾച്ചറൽ ഡിഫറൻസസും പറയുന്നുണ്ട്. ഇപ്പം വെസ്റ്റേൺ കൾച്ചറിലുള്ള ആളുകളാണെങ്കിൽ അവർ കുറച്ചും കൂടി ഇമോഷൻസ്, ഇപ്പൊ ദേഷ്യം എന്ന് പറയുന്ന ഇമോഷനൊക്കെ വളരെയധികം ഓപ്പൺ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ആൾക്കാരാണ്. ബിക്കോസ് അത് കോമൺ ആണ്, അത് അവിടെ നോർമൽ ആണ്. നമ്മൾ ഈസ്റ്റേൺ കൾച്ചറിലേക്ക് വരുന്ന സമയത്ത് എന്താണ് കുറച്ചും കൂടി ഇമോഷൻസ്, ആങ്കർ എന്ന് പറയുന്ന ഇമോഷൻ ഒന്നും നമുക്ക് അത്രയും എക്സ്പ്രസ് ചെയ്താൽ അതെന്തോ കുറ്റം അല്ലെങ്കിൽ ഇത് ഭയങ്കര തെറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ നോക്കി കാണുന്നത്. ബിക്കോസ് നമ്മൾ അത്രയും റിലേഷൻഷിപ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളാണ് ഈ ഈസ്റ്റേൺ കൾച്ചറിലേക്ക് വരുന്തോറും. സോ കൾച്ചറിനനുസരിച്ചും ഈ പറയുന്ന പോലെ നമ്മൾ എങ്ങനെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ അതിനെ നോക്കി കാണുന്നു എന്നതിനൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ വെസ്റ്റേൺ കൾച്ചറിലേക്ക് പോകുന്ന സമയത്ത് ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ അതൊന്നും വലിയ പ്രശ്നമായിരിക്കില്ല, അല്ലെങ്കിൽ അത് തെറ്റായിട്ടുള്ള രീതിയിൽ നമ്മളിതിനെ ഇന്റർപ്രറ്റ് ചെയ്യില്ല അല്ലെങ്കിൽ കൊഗ്നേറ്റീവ് അപ്രൈസൽ ചെയ്യില്ല. ബട്ട് ഈസ്റ്റേൺ കൾച്ചറിലേക്ക് വരുന്ന സമയത്ത് ആങ്കർ കാണിക്കുക അല്ലെങ്കിൽ ദേഷ്യം കാണിക്കുക എന്നുള്ളത് നമ്മൾ നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുക. ബിക്കോസ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനാണ്? റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ദേഷ്യം അങ്ങനത്തെ നെഗറ്റീവ് സംഭവങ്ങൾക്കൊക്കെ നമ്മൾ അത്രയും പ്രോത്സാഹനം കൊടുക്കില്ല എന്നതാണ്. ഓക്കെ. അതേപോലെ തന്നെ ജെൻഡർ ഡിഫറൻസസ്, നമ്മൾ മെൻ ആണോ വിമൻ ആണോ എന്നുള്ളത് ഓരോ സിറ്റുവേഷൻസ് നടക്കുന്ന സമയത്ത് നമ്മൾ അതിനെ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളതിൽ ജെൻഡറിന്റെ അടിസ്ഥാനത്തിലും വ്യത്യാസം ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. ബിക്കോസ് ഈ പറഞ്ഞ പോലെ ചെറുപ്പം മുതലേ നമ്മൾ കണ്ടീഷൻഡ് ആയിട്ട് പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി പേഷ്യന്റ് ആവണം, എല്ലാം സഹിക്കുന്നവരാവണം എന്നുള്ള രീതിയിൽ നമ്മൾ വളർത്തുന്നുണ്ട്. ആൺകുട്ടികൾ എന്ന് പറയുമ്പോൾ എപ്പോഴും പ്രതികരിക്കേണ്ട ആളുകളാവണം എന്നുള്ള രീതിയിൽ നമ്മൾ വളർത്തുന്നുണ്ട്. സോ ഇത് കണ്ടീഷൻഡ് ആണ്. ഇങ്ങനെയാണ് നമ്മൾ കണ്ടീഷൻ ചെയ്ത് വളർത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ആവുന്നത്. സോ ഇങ്ങനത്തെ കാര്യങ്ങളും എന്താണ് വലുതാവുന്ന സമയത്തൊക്കെ ഞാൻ സഹിച്ചിരുന്നേക്കാം, അല്ലെങ്കിൽ ഞാൻ അവിടെ പ്രതികരിക്കേണ്ട. അപ്പം ഇത് ഓക്കെയാണ് എനിക്ക്, ഐ മീൻ ഞാനൊരു ഫീമെയിൽ അല്ലേ, ഞാനിത് കേട്ടോളാം എന്നുള്ള രീതിയിൽ കൊഗ്നേറ്റീവ് അപ്രൈസലിലേക്ക് ലീഡ് ചെയ്യുന്നു. സോ ജെൻഡർ തരത്തിലുള്ള അല്ലെങ്കിൽ മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ളൊരു ആ ഒരു ഡിഫറൻസസ് കൂടി കൊഗ്നേറ്റീവ് അപ്രൈസലിനും എനിക്ക് എന്ത് ഇമോഷൻ ഫീൽ ചെയ്യുന്നു എന്നുള്ളതിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ലാസ്റ്റ് പോയിന്റ് ആണ് നമ്മൾ സങ്കടം പ്രകടിപ്പിക്കുന്ന സമയത്ത് വിമൻ കുറച്ചും കൂടി വൾണറബിലിറ്റി പ്രകടിപ്പിക്കുന്നുള്ളതാണ്. നമ്മൾ സങ്കടപ്പെട്ടാൽ, സങ്കടം ഉണ്ടെങ്കിൽ അവർ ആ സങ്കടം പ്രകടിപ്പിക്കാൻ എപ്പോഴും ദേ ആർ ലൈക്ക് അത് അവർക്ക് ഭയങ്കര ഷൈയോ അല്ലെങ്കിൽ അവര് വിട്ടു നിൽക്കാറില്ല. പക്ഷെ മെൻ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു കണ്ടീഷനിങ്ങിന്റെ ഭാഗമായിട്ട് മെൻ എന്ന് പറയുന്നത് കരയാൻ പാടില്ല അല്ലെങ്കിൽ സങ്കടങ്ങൾ കാണിക്കാൻ പാടില്ല എന്നതിന്റെ രീതിയിൽ ആ ഒരു രീതിയിൽ നമ്മൾ കണ്ടീഷൻഡ് ആക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ആ ഒരു രീതിയിൽ നമ്മൾ ജെൻഡർ ഡിഫറൻസസ് ഇപ്പം ഇമോഷണൽ എക്സ്പ്രഷന്റെ രീതിയിലും സങ്കടങ്ങൾ പ്രകടിപ്പിക്കാൻ പാടില്ലാത്തവരാണ് മെൻ, അല്ലെങ്കിൽ വുമൻ എന്ന് പറയുമ്പോൾ എപ്പോഴും സങ്കടങ്ങൾ പ്രകടിപ്പിച്ചെന്ന് വെച്ചിട്ട് കുഴപ്പമില്ല, വൾണറബിലിറ്റി കാണിക്കാം എന്നുള്ള രീതിയിൽ ഒരു ജെൻഡർ ഡിഫറൻസസും നമുക്ക് കാണാമെന്നുള്ളതാണ്. സോ ഇത്രയുമാണ് കോൺസെപ്റ്റ് ഓഫ് ഇമോഷനിൽ ബേസിക്കലി വരുന്നത്. സോ ഓവറോൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ് ഇമോഷൻ എന്നുള്ള ഡെഫിനേഷൻ കൃത്യമായിട്ട് ഏതെങ്കിലും ഒരാൾ പറഞ്ഞിട്ടുള്ള ഡെഫിനേഷൻ കൃത്യമായിട്ട് ജസ്റ്റ് വെക്കുക. അതേപോലെ തന്നെ ഏതൊക്കെ കോമ്പണൻസ് ആണ് ഇമോഷനിൽ ഉള്ളത്, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ഇമോഷൻ, ആൻഡ് ഈ പറഞ്ഞ പോലെ ഇമോഷനും കൊഗ്നീഷനും നമ്മുടെ തോട്ട് പ്രോസസ്സും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എന്താണെന്നാണ്. ലൈക്ക് ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം ഉണ്ടാവുന്നത് എന്താണ്, നമ്മൾ അതിനെ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു, അതിനെക്കുറിച്ച് നമ്മൾ എങ്ങനെ തിങ്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ദാറ്റ് ഇസ് നോൺ എസ് കൊഗ്നേറ്റീവ് അപ്രൈസൽ. അതാണ് നമ്മൾ ഓരോ ഇമോഷനിലേക്ക് ലീഡ് ചെയ്യുന്നത്. നല്ല രീതിയിൽ അതിനെ ഞാൻ ഇന്റർപ്രറ്റ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ഐ വോണ്ട് ഫീൽ എനി നെഗറ്റീവ് ഒരു പെർട്ടിക്കുലർ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമോഷൻ ഫീൽ ചെയ്യില്ല. ഐ മീൻ അതേപോലെ തന്നെ ഒരു മോശമായിട്ടുള്ള രീതിയിലാണ് ഞാൻ അതിനെ കൊഗ്നേറ്റീവ്ലി അല്ലെങ്കിൽ നോക്കി കാണുന്നതെങ്കിൽ എനിക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻ കാണും എന്നുള്ളതാണ്. സോ ഓരോ കാര്യത്തിനെയും ഞാൻ നോക്കി കാണുന്ന അല്ലെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യുന്ന രീതി മാറ്റുകയാണെങ്കിൽ എനിക്ക് ഫീൽ ചെയ്യുന്ന ഇമോഷൻസിലും വളരെയധികം പോസിറ്റീവ് ആക്കാം എന്നുള്ളതാണ്. സോ താങ്ക് യു. അടുത്തൊരു യൂണിറ്റുമായിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.